സാബുമോൻ ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഓരോരുത്തരെ തമ്മിൽ തല്ലിക്കാൻ തുടങ്ങിയതാണ്. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും. പക്ഷെ അതിന്റെ പിന്നില് സാബുമോനായിരിക്കും കളിച്ചത്. ഇന്നലെ അതുപോലെ തന്നെ ജിൻഡോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിൻഡോയും ജാസ്മിനും ശരണ്യയും സാബുമോനും ആ ഒരു ടേബിളിൽ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ സാബുമോൻ ജിൻഡോയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്, ജിൻഡോ, നിനക്ക് ഇവിടെ നിന്റെ കൂടെ നിന്ന് ചതിക്കുമെന്ന് തോന്നിയത് ആരാണ്? കൂടെ നിന്ന് വഞ്ചിക്കുമെന്ന് തോന്നിയത് ആരാണെന്ന് ചോദിക്കുന്നു. ജിൻഡോയ്ക്ക് കാര്യം മനസ്സിലായി. അതൊരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തമ്മിൽ തല്ലിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് പുള്ളി ആ ചോദ്യം ചോദിച്ചതെന്ന് ജിൻഡോയ്ക്ക് മനസ്സിലായി. എന്നിട്ട് ജിൻഡോ ഇങ്ങനെയാണ് ഉത്തരം പറഞ്ഞത്, സാറേ അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെന്റെ ശത്രുക്കളാകും, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് പറയുന്നു. അപ്പം സാബു പറയുന്നുണ്ട്, അല്ല ജിൻഡോ, നീ അത് പറയുവാണെങ്കിൽ അവർക്കത് മനസ്സിലാവുമല്ലോ. ജിൻഡോയ്ക്ക് അത് വിഷമമായി, അങ്ങനെ ചെയ്യുന്ന വിഷമമായി, അതുകൊണ്ട് ഇനി അത് അവർ ചെയ്യാതിരിക്കുമല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, അത് ഞാൻ അവരോട് നേരിട്ട് പറയുന്നുണ്ട് എന്ന് പറയുന്നു. സാബുമോന്റെ അടുത്ത് പറയാൻ ഉദ്ദേശമില്ല എന്നാണ് ജിൻഡോ പറഞ്ഞത്. അപ്പൊ തന്നെ ജാസ്മിൻ അത് കയറി താങ്ങുന്നുണ്ട്. അതങ്ങനെ പറയൂലല്ലോ, പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അതൊരു സിറ്റുവേഷൻ വരുമ്പോൾ ജിൻഡോയ്ക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എന്നൊരു എന്തൊക്കെ ഒരു മുടന്ന് ന്യായം പറഞ്ഞ് ജാസ്മിൻ അങ്ങ് പറയുന്നു. അപ്പൊ ജിൻഡോ നൈസായിട്ട് ജാസ്മിനെയും ഭയങ്കര ബുദ്ധിയാ, ഇവക്ക് പെരുപ്പൻ ചാനലൊക്കെ ഉണ്ട്, ഇമാതിരി മാസ് ഡയലോഗൊക്കെ അടിച്ചാണ് ചാനൽ പെരുപ്പിക്കുന്നത്. നമ്മളൊക്കെ സാധാ ഡയലോഗ് അടിക്കും, ഇവളൊക്കെ ഭയങ്കര മാസ് ഡയലോഗ് അടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ നൈസായിട്ട് അങ്ങ് തേച്ച് വിടുന്നു. അപ്പൊ ജാസ്മിൻ തിരിച്ചും ജ്യൂസ് കഴി എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോനെ തിരിച്ചു നിന്ന് ആക്കുന്നു. എന്തായാലും സാബുമോന്റെ ഉദ്ദേശം ജിൻഡോയുടെ അടുത്ത് നടന്നില്ല. എന്തായാലും സാബുമോൻ ഇന്നും വീട്ടിൽ തന്നെ ഉണ്ട്. ഏതൊക്കെ രീതിയിൽ ആരൊക്കെയാണ് പ്രൊവോക്ക് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഒരു സൈലന്റ് അറ്റാക്കറാണ് സാബുമോൻ. അത് വീട്ടിലുള്ള അൻസിബയ്ക്കൊക്കെ മനസ്സിലായി. സാബുമോൻ നമ്മുടെ പവർ ടീമിനെ തമ്മി തലിക്കാനൊക്കെ നോക്കും, പക്ഷെ അത് നമ്മൾ പൊളിയാണ്ട് നമ്മൾ യൂണിറ്റിയിൽ തന്നെ നിൽക്കണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ അൻസിബയും ഗ്യാങ് ഒക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.